ഡയറക്ഷൻ, ചാക്കോച്ചൻ്റെ അഭിനയം ഒരു നിവൃത്തിയില്ല. ഇന്ന് പിടിച്ച് ഇമോഷണൽ ത്രില്ലറാണ് ഇത്, സസ്പെൻസ് ത്രില്ലർ അല്ല. ചില സിനിമകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഹോണ്ടിങ് ആവത്തില്ല. പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിലാണോ പിന്നെ വലിയ ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ നല്ലൊരു ത്രില്ലറാണ്. ഹിറ്റാണ് നമ്മളെ രേഖാചിത്രത്തിന് ശേഷം അടുത്തൊരു ഹിറ്റ്. വെൽക്കം ബാക്ക്. നായാട്ട് ജോസഫ് ഇലവീഴ പുജ്ര മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് സ്റ്റോറികളുടെയൊക്കെ റൈറ്റർ ഷാഹി കബീറിന്റെ സ്ക്രിപ്റ്റിൽ എത്തുന്ന മറ്റൊരു പോലീസ് ത്രില്ലർ ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്യാം. അപ്പോൾ നേരെ റിവ്യൂലേക്ക്. കുഴപ്പമില്ല, വൺ ടൈം വാച്ച് അങ്ങനെ പറയാം. ഫസ്റ്റ് ഹാഫ് ഒരിത്തിരി സ്ലോ പേസില്ല, ലാഗ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. പിന്നെ കുഞ്ചാക്കോവിൻ്റെയും പെർഫോമൻസ് ആണെങ്കിലും പിന്നെ വിശാഖ് ഇന്നത്തെ വില്ലൻ വരുന്ന ഒരൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ്. ത്രില്ലർ എലമെന്റ്സ് വർക്കായില്ലേ? എങ്ങനെയാ ത്രില്ലർസ് അവിടെ ഇവിടെ എന്തൊക്കെയോ വർക്കായില്ല എന്നാണ്, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. ടോട്ടലി മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറയാനുണ്ടോ? സീറ്റഡ് അത്രയ്ക്കില്ല, എന്നാലും കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. ഓക്കെ. കുഞ്ചാക്കോനൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ത്രില്ലറാണ്. ത്രൂ ഔട്ട് ത്രില്ലർ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മളെ നായട്ടും ജോസഫ് ആ ഒരു മൂഡ് തന്നെയാണ് പിടിച്ചേക്കുന്നത്, ഒരു ഇമോഷണൽ ത്രില്ലർ പോലെ? ഇമോഷണൽ ത്രില്ലറാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവി കണ്ടിറങ്ങുമ്പോൾ ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ശരിക്കും. അങ്ങനെ എന്തെങ്കിലും ഭയങ്കര കണ്ടിറങ്ങിയാലും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്കത് കുറച്ച് മനസ്സിൽ നിന്ന് പോകാൻ കുറച്ച് പാടായിരിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഭയങ്കര ഗ്രിപ്പിംഗ് ത്രില്ലർ ആയിട്ടാണ് ത്രൂ ഔട്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിരുന്നു. കുറച്ച് വയലൻസ് ഉണ്ട്, ഭയങ്കര അടിയിടി ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ അത്ര പറ്റത്തില്ല, പക്ഷെ കുറച്ച് ഇമോഷണലും ആണ്. ഫാമിലി ടൈപ്പിലും ഇതുവരെ വന്നിട്ടുള്ള പോലീസ് സിനിമകളിൽ ഒരു ബെഞ്ച് മാർക്ക് അങ്ങനെയൊക്കെ പറയാനുണ്ടോ? ഭയങ്കര സൂപ്പറാന്നൊന്നും പറയാല്ല, ബട്ട് എടുത്തേക്കുന്ന വിധം ഭയങ്കര സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ത്രില്ലിംഗ്. സെക്കൻഡ് ഹാഫ് എന്താകും എന്നുള്ളൊരു ആകാംക്ഷ ഉറപ്പാണ്. ഇമോഷണൽ കണക്ഷൻ കിട്ടി. പുള്ളിയുടെ സ്ക്രിപ്റ്റ് ആണ് ആ ഒരു ത്രില്ലർ എലമെന്റ്സും നല്ല സിനിമയാണ്. അതിനെക്കാട്ടിയും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചാക്കോച്ചൻ്റെ ഓൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് ഒരിടത്തും ലാഗിങ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് സിനിമയെ അങ്ങ് കൊഴുപ്പിക്കുന്നത്. പിന്നെ വൈശാഖ് അവരുടെ ആ ഒരു ഗ്യാങ് വില്ലൻ വേഷത്തിൽ അവരുടെ ആ ബാച്ച് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ത്രില്ലർ. ആ ഒരു ഇമോഷണൽ ത്രില്ലറാണ് ഇത്, സസ്പെൻസ് ത്രില്ലർ അല്ല. ക്രൈം ഉണ്ട്, എന്നാൽ ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സസ്പെൻസ് ഒന്നും സൂക്ഷിച്ചിട്ടില്ല. നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ അറിയാം ആരാണ് എല്ലാ വില്ലന്മാരെന്ന് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ നമുക്ക് അറിയാമെന്നുള്ള സ്ഥിതിക്ക് അതിന് ഒരു അവസാനം വരെ നമുക്കൊരു ബോറിംഗ് ഇല്ലാത്ത കൊണ്ടുപോകണമെങ്കിൽ സിനിമ നന്നായിട്ട് എടുക്കണം. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥിരം പോലീസ് സിനിമകളിൽ നിന്നാണ് ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സ്ഥിരം പോലീസ് സിനിമ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ പോലെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ പുതിയൊരു എലമെൻ്റ് ഒന്നും ഇതിൽ പാസ്സാക്കിയിട്ടൊന്നുമില്ല, പ്രയോഗിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ലാഗുമില്ല, നമുക്ക് വളരെ ഇതായിട്ട് അടുത്ത എന്താണെന്ന് കണ്ടിരിക്കാം. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് വലിച്ച് നീട്ടൽ കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു. ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ. അല്ല, ഇപ്പോഴും കുഴപ്പമില്ലെന്നല്ല, മീൻസ് ആ ഒരു പോർഷൻ ഇമോഷണൽ ത്രില്ലർ തന്നെയാണ്. സിനിമ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കേസ് അന്വേഷണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെ അതിനുശേഷം അത് നീണ്ടു പോയിട്ട് അത് വലിയൊരു കുറ്റാന്വേഷണത്തിൽ എത്തിപ്പെടുകയും ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണോ? അത് നമുക്ക് ഇമോഷണലി എത്രത്തോളം കണക്ട് ആവും എന്നനുസരിച്ചിരിക്കും. കാരണം നമുക്കിപ്പോൾ അറിയാമല്ലോ, നമുക്ക് ചില സിനിമകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഹോണ്ടിങ് ആവത്തില്ല. അത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല സിനിമയായിരുന്നു. കുഞ്ചാക്കോവൻ കിടിലം വരുന്നു. ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ GXBJ മ്യൂസിക് അത് അടിപൊളിയായിരുന്നു. സ്റ്റോറിയൊക്കെ പറയാൻ എങ്ങനെയുണ്ട്? സ്ഥിരം പോലീസ് സ്റ്റോറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും? സ്ഥിരം പോലീസ് സ്റ്റോറിയാണ്, പക്ഷേ മേക്കിംഗ് വൈസ് കിടിലം വരുന്നു. നമ്മൾ കാണാത്ത രീതിയിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അത് ഇമോഷണൽ ത്രില്ലർ ആയിട്ടാണ് പോകുന്നത്. ചില സമയത്ത് നമുക്ക് ഇമോഷൻ കണക്റ്റ് ആവും. അതൊക്കെ ഓക്കെ ആയിരുന്നു. അല്ല, ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ നിന്ന് എങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഡിഫറെൻറ്റ് വൈസ് അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ ഒരു നല്ല സ്റ്റോറിയാണ്. തിയേറ്റർ വാച്ചിനുള്ളതുകൊണ്ട് അത് വർത്താണ്. ഇത് മെയിനായിട്ട് പോലീസിൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫ് സ്റ്റോറീസും അതൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ചാക്കോച്ചൻ ഒരു ത്രൂ ഔട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുൾ അങ്ങനെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സ്റ്റോറി, പ്ലോട്ട്, മെയിൻ ട്വിസ്റ്റുകൾ, കാര്യങ്ങൾ ഒരു സീറ്റഡ് ത്രില്ലർ എന്നുള്ള രീതിയിലാണോ പോയത്? പിന്നെ വലിയ ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ നല്ലൊരു ത്രില്ലറാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാമെന്നെങ്കിലും ആ ഒരു കറക്റ്റ് പക്ക ഒരു ഇതിൽ കൊണ്ടുപോയിട്ടുണ്ട് അവർ. ഓക്കെ. ടോട്ടലി തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യും. പിന്നെ മസ്റ്റ് വാച്ച്. ഫിലിം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പാരൻസ് തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ള പറയുന്നുണ്ട്. വളരെ നല്ല സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ചാക്കോച്ചൻ്റെ അഭിനയം ഒരു നിവൃത്തിയില്ല. ഇന്ന് പിടിച്ച്
ഇപ്പോഴും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴൊരു അവാർഡ് കൊടുത്ത അത്രയും ഇതുവരെ നല്ലത്. കഥയ്ക്ക് കഥയുണ്ട്, ത്രില്ലിംഗ് ആണെങ്കിൽ ത്രില്ലിംഗ് ആണ്. സ്റ്റണ്ടൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ആളുടെ പേരറിയത്തില്ല. ഉഗ്രൻ സ്റ്റണ്ട്, മ്യൂസിക് ആണെങ്കിൽ വേറെ ലെവൽ. എനിക്ക് ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നിയ 2 പാട്ടുകളുണ്ട്, അത് ലിറിക്സ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു റാപ്പ് സോങ് ബേബി ജിന്റെ ഒക്കെ. അതെ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി 101% പ്രേക്ഷകനോട് നീതി പുലർത്തുന്ന ഒരു സിനിമ. ഉറപ്പായിട്ടും തിയേറ്റർ എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് എല്ലാവർക്കും ടോട്ടലി സൂപ്പർ മൂവിയാണ്. കുഞ്ചാക്കോ ബോബന്റെ ശരിക്കും ഇപ്പം 5-ാം പാതിരയ്ക്ക് ശേഷം അത്രയും ഒരു സീറ്റഡ് ത്രില്ലറായിട്ട് ഇതുവരെ കാണാത്ത രീതിയിൽ, അതായത് കുഞ്ചാക്കോവിന് ഇപ്പം പോലീസ് വേഷം ചേരൂല എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഇത് കാണിക്കും വാട്ട് എ സീസൺ ആക്ടർ ഹീസ്. അടിപൊളി കിടിലം പടം. മ്യൂസിക്കലി, സിനിമാറ്റോഗ്രാഫി, പെർഫോമൻസ് വൈസ് കുഞ്ചാക്കോന്റെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല. അപ്പം വർത്ത് വാച്ചിങ് ആണ്. ഇതൊരു 5-ൽ ഡെഫിനറ്റ്ലി 4.5 ഔട്ട് ഓഫ് 5 ഡെഫിനറ്റ്ലി കിട്ടും. ഓക്കെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു വിജയം, ചാക്കോച്ചൻ്റെ ഒരു വിജയമാണ്. 5-ാം പാതിരയ്ക്ക് ശേഷം കിടിലം മേക്കിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, നല്ലൊരു പ്ലോട്ടാണ്. പക്ഷെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ വേറെ, അതായത് നമ്മൾ വിചാരിക്കാത്ത ഒരു സംഭവമാണ്. ഭയങ്കര ഗ്രിപ്പിംഗ് സ്റ്റോറിയാണ്. നല്ല അടിപൊളിയാണ് കാണാൻ, അതായത് ഹിറ്റാണ്. നമ്മളെ രേഖാചിത്രത്തിന് ശേഷം അടുത്തൊരു ഹിറ്റ്. ഓക്കെ.